ഹായ് എടാ, സമയം രാത്രി 11 മണിയായി. നാളെ പുലർച്ചെ 3 മണിക്ക് എനിക്കൊരു ഫ്ലൈറ്റ് ഉണ്ട്. പക്ഷെ അതിന് മുന്നേ എനിക്ക് എന്ത് ചെയ്യണം, നിങ്ങളോട് ഈ സാറ്റിനെ കുറിച്ച് പറഞ്ഞിട്ട് പോകാം. എടാ, ഈ സാറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 5 ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നാൽ മതി. ഒന്ന്, വാട്ട്, ഹൂ, വൈ, വെയർ ആൻഡ് വെൻ. ഈ 5 ചോദ്യങ്ങൾ. ഈ 5 ചോദ്യങ്ങൾ ഉത്തരം. ആദ്യം എന്താണ് ഈ സാറ്റ്? വാട്ട് ഈസ് ഈ സാറ്റ്? ഈ സാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എജ്യൂപോർട്ട് നടത്തുന്ന ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റാണ്. എജ്യൂപോർട്ട് സ്കോളർഷിപ്പ് ആൻഡ് അഡ്മിഷൻ ടെസ്റ്റ് എന്നതിൻ്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പോൾ അത് ആർക്ക് വേണ്ടിയാ സാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ, എടാ നിങ്ങളൊക്കെ ഇപ്പോൾ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നിങ്ങളുടെ ഒരു ഡ്രീമിൽ അല്ലെ നിങ്ങളുടെ പാരൻസിന് ഒരു ആഗ്രഹമുണ്ട്. എന്ത്? നിങ്ങളൊന്നെങ്കിൽ നീറ്റ് എഴുതിച്ചിട്ട് ഒരു ഡോക്ടർ ആക്കണം, അല്ലെങ്കിൽ JEE എഴുതിച്ചിട്ട് ഒരു എഞ്ചിനീയർ ആക്കണം. അതും വെറും എഞ്ചിനീയർ അല്ല, ഇന്ത്യയിലെ ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജായ IIT-ലോ NIT-ലോ പഠിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ സാറ്റ് എക്സാം. ഇപ്പം ഞാൻ പഠിച്ചത് NIT-ലാണ്. NIT-യിൽ കമ്പ്യൂട്ടർ സയൻസാണ് പഠിച്ചത്. അപ്പം എന്തിനാണ് ഈ സാറ്റ് എക്സാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് +1 +2 പഠിക്കുന്ന സാധനമാണ് ഈ 2 എക്സാമുകൾക്കും നിങ്ങൾ എഴുതേണ്ടത്, അല്ലെ പരീക്ഷയ്ക്ക് ചോദ്യം വരാം. ആൻഡ് പണ്ടൊക്കെ കേരളത്തിൽ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ +2 കഴിഞ്ഞിട്ട് 1 വർഷം ഇതിനായിട്ട് അങ്ങ് സ്പെൻഡ് ചെയ്യലായിരുന്നു. ആൻഡ് ഒരുപാട് കുട്ടികൾക്ക് കിട്ടാത്ത പ്രശ്നം. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിയിട്ടെന്താണ്, കുട്ടികൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ +1 +2 ഇൻ്റഗ്രേറ്റഡ് സ്കൂളുകൾ പഠിക്കാൻ തുടങ്ങി. ഈ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ നിന്ന് നിങ്ങൾ +1 +2 പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ എന്താണ്, ഈ നീറ്റിനും JEEക്കും വേണ്ടിയുള്ള കോച്ചിങ് കൂടെ തന്നിട്ട് +2 നിങ്ങൾ ബോർഡ് എക്സാം എഴുതി ഉടനെ തന്നെ നീറ്റ് എഴുതിയിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഡോക്ടർമാരല്ല MBBS അഡ്മിഷൻ കിട്ടും, അല്ലെ JEE എഴുതിയിട്ട് IIT-ൽ NIT-ൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഒത്തിരി കുട്ടികൾ ചെയ്യുന്നത്. സോ അങ്ങനത്തെ കുട്ടികൾക്ക് സ്കോളർഷിപ്പോട് കൂടി എജ്യൂപോർട്ട് പഠിക്കാനുള്ള എക്സാമാണെന്ത്, ഈ സാറ്റ്. ഇപ്പം അടുത്തത് വൈ. എന്തിന് നിങ്ങൾ എജ്യൂപോർട്ട് പഠിക്കണം? കുറേ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് ബാക്കി വീഡിയോസൊക്കെ വരും. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഒന്ന് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്യാമ്പസ് ആയിരിക്കും. ക്യാമ്പസിൻ്റെ വീഡിയോസൊക്കെ എന്താണ് ഉടനെ നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെ കാണാൻ പറ്റും. സബ്സ്ക്രൈബ് ചെയ്തില്ല, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അതേപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് കെയർ ഞങ്ങൾക്ക് തരും. നിങ്ങളെ സ്വന്തം ചേച്ചിമാരെ പോലെയും ചേട്ടന്മാരെ നോക്കുന്ന മെൻറ്റേഴ്സ് നിങ്ങളെ കൂടെ ഉണ്ടാവും. അതേപോലെ തന്നെ പോളി ലൈഫായിരിക്കും ഈ ഒരു 2 വർഷം. അതായത് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ 16-17 വയസ്സുള്ള കുട്ടികളായിരിക്കില്ല അടുത്ത വർഷം. അപ്പോൾ നിങ്ങൾക്കുള്ളൊരു ബെസ്റ്റ് ക്യാമ്പസ് ലൈഫും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നല്ല ഫുഡായിരിക്കും, നല്ല ഹോസ്റ്റലായിരിക്കും, നല്ല സൗകര്യങ്ങളായിരിക്കും. ആൻഡ് ഓവറോൾ നിങ്ങൾക്കൊരു ഹാപ്പി ലൈഫ് നിങ്ങൾക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ഇതാണ് എജ്യൂപോർട്ടിൽ നിങ്ങൾ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിച്ചാലുള്ള ഗുണം. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ 1 by 1 വരും കേട്ടോ. അപ്പം ശരിക്കും അടുത്തത് എവിടെയൊക്കെയാണ് സാർ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഈ അടുത്ത വർഷം CBSE സിലബസിലും സ്റ്റേറ്റ് ബോർഡിലും സ്കൂളുകൾ ഉണ്ടാവും. ആൻഡ് അത് കോഴിക്കോടും അതേപോലെ തന്നെ മലപ്പുറത്തുള്ള നമ്മുടെ ക്യാമ്പസുകളിലായിരിക്കും ഈ സ്കൂളുകൾ വരുന്നത്. ക്യാമ്പസിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ ഈ ചാനലിൽ കിട്ടുന്നതായിരിക്കും. ആൻഡ് നെക്സ്റ്റ്, എന്നാണ് സാർ എക്സാം വരുന്ന ഡേറ്റ് നോക്കുക, സെപ്റ്റംബർ 21. ഇനി ആകെ വളരെ കുറച്ച് ദിവസങ്ങളും കൂടെ മാത്രമേ ഉള്ളൂ. ആൻഡ് കേരളത്തിലെ 14 ജില്ലകളിലും നമുക്ക് സെൻറ്റേഴ്സ് ഉണ്ടാവും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ സെൻറ്റേഴ്സ് ലിമിറ്റഡ് ആയിരിക്കും. ആൻഡ് ആ സെൻറ്റേഴ്സിലേക്ക് നിങ്ങൾക്ക് ഇപ്പം തന്നെ നിങ്ങളെ എക്സാം സ്ലോട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ ചെയ്യേണ്ടത് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക. അതായത് എജ്യൂപോർട്ട് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ നിങ്ങൾ പഠിക്കണമെങ്കിൽ വിത്ത് സ്കോളർഷിപ്പോ വിത്തൗട്ട് സ്കോളർഷിപ്പോ നിങ്ങൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, ഈ സാറ്റ് എഴുതിയിരിക്കണം. കാരണം ഈ സാറ്റ് എഴുതിയിട്ട് നിങ്ങൾക്കൊരു മിനിമം മാർക്ക് ഇല്ലെങ്കിൽ നമ്മൾ അഡ്മിഷൻ തരിക. കാരണം നിങ്ങളെ കൊണ്ടത് പറ്റൂല എന്നുള്ളൊരു തോന്നലാണ്. ആൻഡ് നമ്മൾ ഇത്തവണ ആകെ അഡ്മിഷൻ എടുക്കാൻ പോകുന്നത് 400 കുട്ടികൾക്കായിരിക്കും. ആൻഡ് ഈ 400 കുട്ടികളും 2 വർഷം കഴിഞ്ഞാൽ, അതായത് 2028 ഇന്ത്യയിലെ ടോപ്പ് മെഡിക്കൽ കോളേജിലും ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജിലും എത്തിക്കുന്നുള്ളത് നമ്മുടെ ഒരു വാശിയാണ്, ഉറപ്പാണ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്ത്, ഈ സാറ്റ്. സോ ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾക്ക് നീറ്റോ JEE എഴുതാൻ താല്പര്യമുണ്ട്, ഡോക്ടറോ എഞ്ചിനീയർ ആവണമെന്നുള്ള സ്വപ്നമുണ്ട്, അതിനുവേണ്ടി നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ്, എജ്യൂപോർട്ടിൻ്റെ കോഴിക്കോടോ മലപ്പുറത്തുള്ള ക്യാമ്പസിൽ CBSEയോ സ്റ്റേറ്റ് ബോർഡിലോ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ് എങ്കിൽ സെപ്റ്റംബർ 21 ഈ സാറ്റ് എക്സാം കേരളത്തിലെ 14 ജില്ലകളിലുള്ളത് ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്യുക. ഫോം താഴെ ലിങ്കിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ എല്ലാത്തിൻ്റെ ചോദ്യവുമായിട്ട് വീഡിയോസ് വന്നുകൊണ്ടേയിരിക്കും. എന്തായിരിക്കും ഈ സാറ്റിൻ്റെ സിലബസ്, എപ്പോഴായിരിക്കും എക്സാമിൻ്റെ ടൈമിങ്, എങ്ങനെയായിരിക്കും എക്സാം, എല്ലാം വരും. സോ സ്റ്റേ ട്യൂൺഡ്. ബാക്കി നിങ്ങളുടെ കമൻറ്റുകൾ, സംശയങ്ങൾ കമൻ്റ് ആയിട്ടിടാം. മാക്സിമം ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. എല്ലാവരും ഒരുമിച്ച് എന്ത് ചെയ്യുക, ഒരു ട്രിപ്പ് പോലെ വന്ന് പരീക്ഷ എഴുതി പോവാം. ബൈ.